Hi students, it's me Srirag, your BS teacher. Welcome back to my online BS class. Today we are going to start our fourth chapter in BS, which is Life Within the Seed. So in this chapter we are going to study about how plants grow in earth. സോ നമ്മുടെ എർത്തിൽ പ്ലാന്റ്സ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. So let's start. So in the first page of our chapter, there is a diary note of Anish, isn't it? So let's read it. The whole yard was parched, but just after 2 days of rain, grass has sprouted everywhere. Tender leaves started appearing on the hibiscus stem thrown into the basin of the coconut tree by Papa. Tried to uproot one or two grass. They have roots. Do they form by the sprouting of seeds? Nothing is seen. Should tell Papa to buy me a lens to see them enlarged. Here and there tamarind seeds have sprouted. How smartly the sprouts have come out, splitting the seed. Moreover, this has also brought up parts of the seed out of the soil. Oh, what a pity that I didn't know that so many wonders lay hidden in my yard. ഫ്രം അനീഷ് ഡയറി. സോ അനീഷ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡയറി നോട്ടാണിത്. സോ അനീഷിൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ദിവസം അനീഷ് കണ്ട കാഴ്ചകളാണ് ഈ ഡയറിയിൽ അനീഷ് എഴുതിയിട്ടുള്ളത്. ഇസിൻറ്റ് ഇറ്റ്? സോ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അനീഷിൻ്റെ വീടിൻ്റെ മുറ്റം നന്നായിട്ട് ഉണങ്ങിക്കിടക്കായിരുന്നു അല്ലേ? ബട്ട് ജസ്റ്റ് ആഫ്റ്റർ 2 days of rain, ഗ്രാസ് ഹാസ് സ്പ്രൗട്ടഡ് എവ്രിവെയർ. സോ 2 ദിവസം മഴ പെയ്തപ്പോഴേക്കും മുറ്റം മുഴുവൻ പുല്ല് വളർന്നു അല്ലേ? സോ പുല്ല് മാത്രമാണോ വളർന്നത്? അല്ല. തെങ്ങിൻ്റെ ചുവട്ടിലേക്കിട്ട ഹിബിസ്കസ് സ്റ്റെം, ദാറ്റ് ഈസ് ചെമ്പരത്തിയുടെ കൊമ്പിലൊക്കെ പുതിയ ടെൻഡർ ലീവ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇസിൻറ്റ് ഇറ്റ്? ദെൻ ഗ്രാസസ് ഒക്കെ ഗ്രോ ചെയ്തിട്ടുണ്ട്. സോ ഈ ഗ്രാസസ് ഒക്കെ അപ്രൂട്ട് ചെയ്തപ്പോൾ അതിന് റൂട്ട്സ് ഉണ്ടെന്ന് അനീഷിന് മനസ്സിലായി. ബട്ട് ദർ ഈസ് നോ സീഡ്. സോ സീഡ് ഇല്ലാതെയാണ് ആ ഗ്രാസൊക്കെ ഗ്രോ ചെയ്തിട്ടുള്ളത്. ടാമരിൻ സീഡ്സ് എല്ലാം വീടിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. സോ അതൊക്കെ മുളച്ചിട്ടുണ്ട്. ഇസിൻറ്റ് ഇറ്റ്? സോ ടാമരിൻ്റെ സീഡ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് ഗ്രോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഇങ്ങനെയുള്ള വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് അനീഷ് അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ഇസിൻറ്റ് ഇറ്റ്? സോ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ മഴക്കാലത്ത് കാണാറുള്ള കാഴ്ചകൾ തന്നെയല്ലേ ഇത്? വേനൽക്കാലത്ത് ഉണങ്ങിക്കിടന്ന നിങ്ങളുടെ വീടിൻ്റെ മുറ്റവും പറമ്പുമൊക്കെ ഒരു ദിവസത്തെ മഴ കൊണ്ട് അവിടെയെല്ലാം പുല്ല് മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വേനൽക്കാലം കഴിഞ്ഞ് ഫസ്റ്റിലെ മഴയ്ക്ക് അവിടെയെല്ലാം പുല്ല് മുളച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സോ നമ്മൾ അവിടെ വിത്ത് വിതറിയിട്ടാണോ അവിടെ ആ പുല്ലെല്ലാം മുളയ്ക്കുന്നത്? ഓരോ ചെടിയും മുളയ്ക്കുന്നത്? അല്ല. സോ എങ്ങനെയാണ് പ്ലാന്റ്സ് എർത്തിൽ ഗ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിഡ് യു റീഡ് അനീഷ് ഡയറി? നിങ്ങൾ അനീഷിൻ്റെ ഡയറി വായിച്ചോ? വാട്ട് ഡു സീഡ്സ് റിക്വയർഡ് ടു ജെർമിനേറ്റ്? സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ദാറ്റ് ഈസ് ഒരു സീഡ് മുളയ്ക്കാൻ എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ളത്? ലെറ്റസ് ലിസൺ ടു വാട്ട് ദ സ്പ്രൗട്ടഡ് സീഡ്സ് ഇൻ ഓർ യാർഡ് ഹാവ് ടു സേ. സോ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ 3 seeds, isn't it? So let's read. First seed, what a blessing that I fell on the soil. I opened my eyes when I got water. So first seed എന്താ പറയുന്നത്? ഞാൻ ഈ മണ്ണിലേക്ക് വന്നത് എനിക്ക് എത്ര അനുഗ്രഹമായി. I opened my eyes when I got water. സോ ഈ സീഡിന് വാട്ടർ കിട്ടിയപ്പോഴാണ് സീഡ് കണ്ണ് തുറന്നത്, അഥവാ ആ സീഡ് ജെർമിനേറ്റ് ചെയ്തത്. isn't it? Then second seed എന്താ പറയുന്നത്? When I sprouted, the first thing I saw was the sunlight. സോ സെക്കൻഡ് സീഡ് പറയുന്നത് ആ സീഡ് മുളച്ച സമയത്ത്, സ്പ്രൗട്ട് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് കണ്ടത് എന്താണ്? സൺലൈറ്റ് ആണ്. ഇസിൻറ്റ് ഇറ്റ്? ദെൻ ഐ ഗോട്ട് ഇനഫ് വാംത്ത് ആൻഡ് കോൾഡ്. സോ സൺലൈറ്റ് കിട്ടിയ സമയത്ത് ആ സീഡിന് ആവശ്യമായ ചൂടും തണുപ്പൊക്കെ കിട്ടി. ദെൻ ലാസ്റ്റ് സീഡ് എന്താ പറയുന്നത്? മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സ്പ്രൗട്ട് യെറ്റ്. അഡിക്വറ്റ് എയർ വാസ് അവൈലബിൾ വെറയില്ലേ. സോ മൂന്നാമത്തെ സീഡ് ഒരു വിഷമമാണ് പറയുന്നത്. എന്താണ്? ആ സീഡിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്നും ഇതുവരെ സ്പ്രൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ദാറ്റ് ഈസ് മുളയ്ക്കാൻ പറ്റിയിട്ടില്ല.
ഈ സീഡിന് ആവശ്യമായ എയർ കിട്ടിയതുകൊണ്ടാണ് ഈ സീഡ് പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്തത്. Isn't it? Then, what does a seed need to germinate? Your guesses may be noted down in your science diary. Let us find out through an experiment the requirements for the germination of seeds. So, ഈ സീഡ്സിൻ്റെ കോൺവെർസേഷനിൽ നിന്നും ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ തിങ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സോ നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ our first topic is soil required for the germination of seeds? സോ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അതിന് സോയിൽ ആവശ്യമുണ്ടോ? സോ ലെറ്റ്സ് ചെക്ക്. In order to test whether soil is required for sprouting, the seeds meant for sprouting should be kept away from soil, but they should get water, air and atmospheric temperature. Let us do an experiment. സോ സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാൻ സോയിൽ ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സോയിൽ ഇല്ലാതെ ഒരു സീഡ് സ്പ്രൗട്ട് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കിയാൽ പോരെ. ദാറ്റ് ഈസ് സോയിൽ ഒഴികെയുള്ള ബാക്കി തിങ്സ് എല്ലാം അതിന് പ്രൊവൈഡ് ചെയ്തിട്ട് അത് സ്പ്രൗട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കിയാൽ മതി. Isn't it? സോ വാട്ട് ഈസ് അവർ എക്സ്പെരിമെൻറ്റ്? മെറ്റീരിയൽസ് റിക്വയർഡ്: ഡിസ്പോസിബിൾ ഗ്ലാസ്, പീ സീഡ്സ്, കോട്ടൺ, വാട്ടർ. പ്രൊസീജിയർ: put small holes at the bottom of the disposable glass. Take some cotton in the glass and put 4 or 5 pea seeds. Pour some water in the cotton. Keep the glass open in sunlight. Record your observation daily. Do the seeds lying in the cotton sprout? What conclusion did you arrive at from this experiment? Write down the experiment note. So what is our experiment? ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അതിൻ്റെ ബോട്ടം സൈഡിൽ കുറച്ച് ഹോൾസ് ഇടുക, ചെറിയ ഹോൾസ് ഇടുക. ദെൻ അതിലേക്ക് കുറച്ച് കോട്ടൺ പഞ്ഞി ആഡ് ചെയ്യുക. ദെൻ അതിലേക്ക് 5 or 6 പയറിൻ്റെ വിത്ത് ഇടുക. ദെൻ കുറച്ച് വാട്ടർ ആ കോട്ടണിലേക്ക് അഥവാ ആ ഗ്ലാസ്സിനുള്ളിലേക്ക് ഒന്ന് പവർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ അത് സൺലൈറ്റിൽ തുറന്ന് വയ്ക്കുക. ഓക്കെ, സോ നമ്മളിവിടെ സോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. Isn't it? നമ്മളിവിടെ കോട്ടണും വാട്ടറും എയറും സൺലൈറ്റും മാത്രമേ ഈ സീഡിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. Isn't it? സോ ഈ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് സ്കൂൾ തുറന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോ ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിലെല്ലാം വെജിറ്റബിൾസ് കൊണ്ടുവരാറില്ലേ? സോ അതിൽ നിന്ന് പയറിൻ്റെ ഒരു 2-3 കുരു ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, സോ ആ പയറിൻ്റെ സീഡ്സ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയ ശേഷം നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? 2 or 3 ഡേയ്സിനുള്ളിൽ പീ സീഡ്സ് സ്പ്രൗട്ട് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ പയറിൻ്റെ വിത്ത് മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ സോയിൽ ഇല്ലെങ്കിലും സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് സീഡ്സിന് സ്പ്രൗട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. Isn't it? സോ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ചെയ്തു നോക്കണം. ഓക്കെ, സോ മേ ബി ഇത് 2 ഡേയ്സിനുള്ളിൽ തന്നെ സ്പ്രൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 or 5 ഡേയ്സ് എടുക്കാം. ഓക്കെ, സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിന് അവൈലബിൾ ആവുന്ന ടെമ്പറേച്ചർ അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഇതിനനുസരിച്ചൊക്കെ അത് സ്പ്രൗട്ട് ചെയ്യുന്ന ടൈം വേരി ചെയ്യും. ഓക്കെ, ദെൻ അവർ സെക്കൻഡ് ടോപ്പിക് ഈസ് വാട്ടർ റിക്വയർഡ് ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്സ്? സോ ഒരു സീഡ് സ്പ്രൗട്ട് ചെയ്യണമെങ്കിൽ ഓർ സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാൻ വാട്ടർ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ എക്സ്പെരിമെൻറ്റ്. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഡൺ ടു സീ വെദർ വാട്ടർ ഈസ് നീഡഡ് ഫോർ സീഡ് ജെർമിനേഷൻ. What are the factors that should be made available and what are those that should be controlled? Let's try this way. സോ നമുക്കിവിടെ വാട്ടർ ഒഴികെയുള്ള തിങ്സ് എല്ലാം ഈ സീഡ്സിന് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സോയില്, സൺലൈറ്റ്, എയർ. ഓക്കെ, സോ വാട്ടർ ഒഴികെയുള്ള ഈ തിങ്സ് എല്ലാം ഈ സീഡ്സിന് പ്രൊവൈഡ് ചെയ്യാം. സോ എന്നിട്ട് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ വാട്ട് ഈസ് ദ പ്രൊസീജിയർ? ഫിൽ എ ഡിസ്പോസിബിൾ ഗ്ലാസ് വിത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ. Put 4 or 5 pea seeds in each. The seeds should get normal air, light and atmospheric temperature. സോ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഡ്രൈ ആയിട്ടുള്ള സോയിൽ എടുക്കുക. സോ അതിലേക്ക് 4 or 5 പീ സീഡ്സ് ആഡ് ചെയ്യാം. ദെൻ അതിന് നോർമൽ എയർ, ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ കിട്ടുന്ന രീതിയിൽ അത്
അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ പോയിൻറ്റ്സ് ടു റിമെമ്പർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സോയിൽ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. സോ ഈ സോയിലിൽ വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടായിരിക്കാൻ പാടില്ല, ഓർ മോയ്സ്ചർ ഉണ്ടായിരിക്കാൻ പാടില്ല. ഓക്കെ, ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്ത സോയിലായിരിക്കണം. ദെൻ ഡ്യൂറിങ് ദ റെയിനി സീസൺ എയർ കണ്ടെയ്ൻസ് മോയ്സ്ചർ. ദ സീഡ് ഷുഡ് നോട്ട് ബി എക്സ്പോസ്ഡ് ടു ഇറ്റ്. സോ റെയിനി സീസൺ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയറിലെല്ലാം മോയ്സ്ചർ ഉണ്ടായിരിക്കും. സോ ഈ മോയ്സ്ചർ സീഡുമായിട്ട് ഒരിക്കലും കോൺടാക്റ്റിൽ വരാൻ പാടില്ല. ഓക്കെ, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ദ ഗ്ലാസ് യൂസ്ഡ് ഫോർ ദി എക്സ്പെരിമെൻറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടായിരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നല്ല ഡ്രൈ ആയിട്ടുള്ള ജലത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ദ ഗ്ലാസ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് വെർ റെയിൻ ഫാൾസ്. സോ മഴ പെയ്യുന്ന സ്ഥലത്തൊന്നും ഗ്ലാസ് പ്ലേസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ വാട്ടറിൻ്റെ കണ്ടൻറ്റ് തീരെ ഈ സീഡ്സിന് അവൈലബിൾ ആവാൻ പാടില്ല. ഓക്കെ, സോ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻ ആഫ്റ്റർ 3 days? സോ ഒരു 3 days നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു 3 days നമുക്കിത് ഒബ്സർവ് ചെയ്യാം. എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? കംപ്ലീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. സോ നിങ്ങൾ ചെയ്ത് നോക്കുക വീട്ടിൽ. ഓക്കെ, സോ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ദ സീഡ് ഡസ് നോട്ട് ജെർമിനേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ സീഡ്സ് സ്പ്രൗട്ട് ചെയ്യില്ല. ഓക്കെ, സോ സീഡ് സ്പ്രൗട്ട് ചെയ്യാൻ ഓർ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അതിന് വാട്ടർ കണ്ടൻറ്റ് മസ്റ്റ് ആണ്. ഓക്കെ, വാട്ടർ ഇല്ലാതെ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ സോയിലില്ലാതെ സീഡ് ജെർമിനേറ്റ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ബട്ട് വാട്ടർ ഇല്ലാതെ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ ഓർ തേർഡ് ടോപ്പിക് ഈസ് സൺലൈറ്റ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. സോ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ സൺലൈറ്റ് നെസസറി ആണോ, അഥവാ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ? സോ സൺലൈറ്റ് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചറും കിട്ടുള്ളൂ, ലൈറ്റും കിട്ടുള്ളൂ, ഇസ്ൻ്റ് ഇറ്റ്? സോ നമുക്ക് നോക്കാം. പുട്ട് സം സോയിൽ ഇൻ എ ഡിസ്പോസിബിൾ ഗ്ലാസ് ഹാവിങ് ഹോൾസ് അറ്റ് ഇറ്റ്സ് ബേസ്. സോ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ സോയിൽ എടുക്കുക, ദെൻ അതിൻ്റെ ബേസിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ ബോട്ടം സൈഡിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ആഫ്റ്റർ പുട്ടിങ് സം പീ സീഡ്സ് പോർ സം വാട്ടർ. സോ ഈ സോയിലിലേക്ക് 4 or 5 പീ സീഡ്സ് ആഡ് ചെയ്യാം. ദെൻ പോർ സം വാട്ടർ, കുറച്ച് വെള്ളം തളിക്കുക. പ്ലേസ് ദ ഗ്ലാസ് ഇൻ എ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് കവർ ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് സൺലൈറ്റ് നെവർ എൻറ്റേഴ്സ് ഇറ്റ്. സോ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് നമ്മൾ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് നന്നായിട്ട് കവർ ചെയ്ത് സൺലൈറ്റ് പാസ് ചെയ്യാത്ത ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന് ലൈറ്റും ടെമ്പറേച്ചറും കിട്ടാൻ പാടില്ല. ഓക്കെ, സോ ദെൻ ഒബ്സർവ് ആഫ്റ്റർ 2 or 3 days. What did you find out from this experiment? Write the experiment note in the science diary. സോ ഈ സീഡ്സ് സ്പ്രൗട്ട് ചെയ്യോ ഓർ ഈ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യോ? സോ നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? ദ സീഡ്സ് വിൽ സ്പ്രൗട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ഒരു സീഡ് സ്പ്രൗട്ട് ചെയ്യാൻ അതിന് സൺലൈറ്റ് നെസസറി അല്ല. ഓക്കെ, സോ ജസ്റ്റ് സ്പ്രൗട്ട് ചെയ്യാൻ സൺലൈറ്റ് ആവശ്യമില്ല, ബട്ട് ദ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദെയർ ആഫ്റ്റർ ഗ്രോത്ത്. ഓക്കെ, സോ സ്പ്രൗട്ട് ചെയ്യാൻ ജസ്റ്റ് മുളയ്ക്കാൻ സൺലൈറ്റ് ആവശ്യമില്ല, ബട്ട് അതിന് വളരാൻ എന്ത് ആവശ്യമുണ്ട്? സൺലൈറ്റ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സോയിലും ആവശ്യമുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് അവർ കൺക്ലൂഷൻ ഫോർ സീഡ്സ് ടു ജെർമിനേറ്റ്? എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്സ്. സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിംഗ്. ഓക്കെ, സോ എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ ആർ ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. സോ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിംഗ്. സോ സീഡ്സ് സ്പ്രൗട്ട് ചെയ്ത ശേഷം ഗ്രോ ചെയ്യാനാണ് സൺലൈറ്റും സോയിലും നെസസറി ആയിട്ടുള്ളത്. ഓക്കെ, എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ നീഡ്സ് ആൾവേസ്. ഓക്കെ, സോ എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ എപ്പോഴും ആവശ്യമുണ്ട്, ബട്ട് സ്പ്രൗട്ട് ചെയ്യാൻ സൺലൈറ്റും സോയിലും നെസസറി അല്ല. ഓക്കെ, സൺലൈറ്റും സോയിലും അതിൻ്റെ ആഫ്റ്റർ ഗ്രോത്തിനാണ് നെസസറി ആയിട്ടുള്ളത്. ഓക്കെ, സോ ദർ ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ടു ദോസ് ദാറ്റ് ആർ റിക്വയർഡ് ആൻഡ് ദോസ് ദാറ്റ് are not required for the sprouting of seeds and note them down in the science diary. Air, water, sunlight, favorable temperature, manure, soil. So what is the question?
ഒരു സീഡ് ജസ്റ്റ് സ്പ്രൗട്ട് ചെയ്യാൻ അഥവാ ഒന്ന് മുളയ്ക്കാൻ എന്തൊക്കെയാണ് അതിന് നെസസറി ആയിട്ടുള്ള ഫാക്ടേഴ്സ്? ഓക്കെ, അതിന് നിർബന്ധമായിട്ടും ആവശ്യമായ ഫാക്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഒരു സീഡിന് സ്പ്രൗട്ട് ചെയ്യാൻ നെസസറി ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, നെസസറി അല്ലാത്ത ഫാക്ടേഴ്സും ഉണ്ട്. അത് നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, സോ ആ ഫാക്ടേഴ്സാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ 6 പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇസ്ന്റ് ഇറ്റ്? സോ ഇതിനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ പഠിച്ചതാണ് എന്തൊക്കെയാണ് നെസസറി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന്, അല്ലേ? സോ ഒരു കോളത്തിൽ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി സ്പ്രൗട്ടിംഗ് ഓഫ് സീഡ്സ്. ദെൻ സെക്കൻഡ് കോളത്തിൽ ദ ഫാക്ടേഴ്സ് ഡു നോട്ട് റിക്വയർഡ് ഫോർ ദി സ്പ്രൗട്ടിംഗ് ഓഫ് സീഡ്സ്. സോ എയർ, വാട്ടർ, സൺലൈറ്റ്, ഫേവറബിൾ ടെമ്പറേച്ചർ, മാന്യൂർ. മാന്യൂർ മീൻസ് ഫെർട്ടിലൈസർ, ദാറ്റ് ഈസ് വളം. ദെൻ സോയിൽ, മണ്ണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നെസസറി ഫാക്ടേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം. സോ നെസസറി ആയിട്ടുള്ള ഫാക്ടേഴ്സും നെസസറി അല്ലാത്ത ഫാക്ടേഴ്സും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എല്ലാവരും അസൈൻമെൻറ്റ് തെറ്റാതെ ചെയ്യാം. ദെൻ നിങ്ങൾ അസൈൻമെൻറ്റ് അയച്ചു തരുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ കറക്റ്റായിട്ട് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരണം. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.